നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കർക്കിടക മാസം 4-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 20-ാം തീയതി. നാളെ ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ചയാണ്. സോമവാരം എന്ന് പറയുന്ന തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:15, അസ്തമനം വൈകിട്ട് 6:47. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. തലേ ദിവസം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഷഷ്ഠി തിഥിയൊക്കെ നന്നായി ആചരിച്ചു എന്ന് വിശ്വസിക്കട്ടെ. നാളത്തെ ദിനമോ തിങ്കളാഴ്ച നല്ല ദിവസമാണ്. നാളത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ അത്ത നക്ഷത്രമാണ്. അപ്പോൾ തിഥി നല്ലതാണ്, തിങ്കളാഴ്ച ദിനം നല്ലതാണ്, നക്ഷത്രവും നല്ലതാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിവസത്തെ പരിഗണിക്കാം. നാളെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, നാളെ തിങ്കളാഴ്ചയും അത്തം നക്ഷത്രമാകിയാൽ അത്തം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാകുന്ന രോഹിണി അത്തം തിരുവോണം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളെ നിർബന്ധമായും ദേവീക്ഷേത്ര ദർശനം, അവിടെ ഭർത്തൃമതികളായ സ്ത്രീകൾ തൻ്റെ ഭർത്തൃശ്രേയസ്സിനായി എന്ത് ചെയ്യാം? സോമവാര വ്രതം, സോമവാര പൂജ ഒക്കെ ചെയ്യാം. അപ്രകാരം യുവതി യുവാക്കൾക്ക് വിവാഹ വിഷയത്തിലേക്ക് പെട്ടെന്ന് തീരുമാനമാകാൻ നാളെ സ്വയംവര അർച്ചന ചെയ്യുന്നതും വളരെ വിശേഷമാണെന്ന് അറിയുക. നാളെ നന്നായി ദേവീ പ്രീതികരങ്ങളായ ജപങ്ങളാകട്ടെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഉച്ചരിക്കേണ്ടത്. ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് വിളക്കുമാല പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. സ്വതവേ അത്തം നക്ഷത്രം കന്നിരാശിക്കാർക്ക് കണ്ടകശനിയുണ്ട്. അതിനാൽ ശനീശ്വരനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നാളത്തെ ദിനം വളരെ ഉത്തമമാണെന്ന് അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും അനുകൂലമായ മുഹൂർത്തം 12:15 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. നല്ല രാശിയാണ്, തുലാൻ രാശിയാണ്. സഞ്ചാരത്തിലൊക്കെ നല്ലതാണ്. സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുമ്പോൾ ആ ഒരു സമയം കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് കാര്യങ്ങൾക്കൊക്കെ നല്ല സമയം 3:15 മുതൽ 4 മണി വരെയുള്ള സമയം. നല്ല കാലഹോരയാണ്, വ്യാഴത്തിൻ്റെ കാലഹോരയാണ്. വൃശ്ചികൻ രാശിയാണ്. വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും നല്ലൊരു സമയമാണ്. ആദ്യം സൂചിപ്പിച്ച സമയം ചൊവ്വ അഷ്ടമത്തിലാണ്. അതുകൊണ്ട് അതിനെക്കാട്ടും കൂടുതൽ ഭംഗിയാവുക 3:15 മുതൽ 4 മണി വരെയുള്ള സമയമാണ്. നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.